ക്ലിനിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ക്ലിനിക്. സോ നമുക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ ഭാമയെ സ്വാഗതം ചെയ്യാം. മലയാളത്തിൽ ഒരുപാട് മികച്ച സിനിമകളിലൂടെ, മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഭാമ മെഡിഗ്ലോയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ come on ladies and gentlemen, let's put your hands together. അതിഗംഭീരമായ ഒരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഭാമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഭാമ, വെൽക്കം ടു മെഡിഗ്ലോ. അപ്പോൾ മെഡിഗ്ലോയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിക്കായിട്ട് ഒരു നാട് മൊത്തം കാത്തിരിക്കുകയാണ്. സോ ഫൈനലി മെഡിഗ്ലോ ഇസ് ഹാപ്പനിങ് ഇൻ കാലിക്കറ്റ് അല്ലേ? അവരുടെ 4th ഔട്ട്ലെറ്റ് ആണ്. ഓൾറെഡി വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഇന്ന് കോഴിക്കോട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് യു ആർ അവർ സ്പെഷ്യൽ ഗസ്റ്റ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മുടെ കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്? ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കോഴിക്കോടുകാർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. മെഡിഗ്ലോയുടെ നമുക്കറിയാം 4ാമത്തെ ബ്രാഞ്ചാണ് അത് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് തുടങ്ങി പത്തനംതിട്ട, തൃശ്ശൂർ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ അവരുടെ ഒരു വിജയയാത്ര ഇവിടെ പൂർത്തിയായിട്ടില്ല, ഇനിയും കിടക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുകൾ മെഡിഗ്ലോയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, അവരുടെ സേവനം എത്രത്തോളം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പാർവതി, ഡോക്ടർ മനോജ് ഉണ്ണിത്താൻ, അവരുടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു നല്ല ടീമിൻ്റെ നേതൃത്വത്തിലാണ് മെഡിഗ്ലോ ഇത്രയും സക്സസ് ആകുന്നതും ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ഇപ്പം നോൺ സർജിക്കൽ എന്താ പറയുക, ഫാറ്റ് റിഡക്ഷൻ ആണെങ്കിലും ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള US ഹൈഡ്രോഫേഷ്യൽ, അങ്ങനെ ഒട്ടനവധി പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നു. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ 80s നോക്കുകയാണെങ്കിൽ ഒരു ഫേഷ്യൽ മാത്രമേ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും എത്രത്തോളം ഇമ്പോർട്ടൻസ് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാലം മാറി. പണ്ട് 30കളിലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60കൾ എന്ന് തോന്നുമെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ 30 ഏതാണ് 60 ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പ്രൊഫഷണൽസിനെ ആണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ദൈവം തന്നിട്ടുള്ള നമ്മളുടെ ശരീരവും സ്കിന്നും ബോഡിയും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു നമുക്ക് ആകാവുന്ന രീതിയിൽ നോക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ടെന്നിരിക്കെ ഇത്തരം പുതിയ സേവനങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും മെഡിഗ്ലോയുടെ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് വരട്ടെ. എല്ലാവർക്കും അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ഇവരുടെ ഒരു വിജയയാത്ര മുന്നോട്ടുണ്ടാവട്ടെ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭാമ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ 2022 നമ്മുടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തൃശ്ശൂർ, പത്തനംതിട്ടയൊക്കെ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. സോ ഫൈനലി നമ്മുടെ കാലിക്കറ്റിൻ്റെ മണ്ണിൽ ഇവർ ലോഞ്ച് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. സോ ഇതിന് പിന്നെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഴ്സ് ആൻഡ് മാനേജിംഗ് ഡയറക്ടേഴ്സ്, സോ അവരെയും കൂടെ നമുക്ക് ഈ ഒരു മൊമെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ ഇൻവൈറ്റ് ഡോക്ടർ മനോജ് ആൻഡ് ഡോക്ടർ പാർവതി ഓൺ ടു ദി സ്റ്റേജ്. കം ഓൺ എവരിവൺ. ഒരു നല്ല പേടിയോട് കൂടെ തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ദ ഡോക്ടേഴ്സ് കപ്പിൾ അവരാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെഡിഗ്ലോ നമ്മുടെ നാട്ടുകാർക്കായിട്ട് ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നോൺ സർജിക്കൽ ആയിട്ടാണ് ഇവരിവിടെ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്ഫോമിംഗ് സ്കിൻ, ഹെയർ, ലൈഫ് സ്റ്റൈൽ വിത്ത് സയൻസ് എന്നുള്ളൊരു ഡിഫറെന്റ് കോൺസെപ്റ്റിലാണ് നമ്മുടെ മെഡിഗ്ലോ നമുക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്തു പറയുന്നത് ആൻറ്റി
ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ ബോഡി സ്ലിമ്മിങ് ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്. സോ മറ്റെവിടെയും കാണാത്ത നമ്മുടെ കോഴിക്കോട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്കൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗൈനിക് ഹോസ്പിറ്റോളജി. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുമായിട്ടാണ് ഇന്ന് കോഴിക്കോട് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു മൊമെന്റിൽ നമ്മുടെ ഫൗണ്ടേഴ്സിന് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഡോക്ടർ മനോജ്, ഐ എം ഹാൻഡ് ഓവറിംഗ് ടു യു. അപ്പം നമ്മുടെ കോഴിക്കോട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുമായിട്ടാണ് നമ്മുടെ മെഡിഗ്ലോ ക്ലിനിക് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത്? ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പത്തനംതിട്ട. നമ്മൾ കൂടുതലും ഒരു സൗത്ത് സൈഡിലോട്ടായിരുന്നു ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് കൂടുതൽ ഡിമാൻഡ് എല്ലാം വന്നിരിക്കുന്നത് എൻക്വയറീസ് വന്നിട്ടുള്ള കൂടുതലും നോർത്ത് സൈഡിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നോർത്തിലോട്ട്, എറണാകുളത്ത് വന്ന് തുടങ്ങാതെ നോർത്തിലോട്ട് പെട്ടെന്ന് മാറാതെ വിചാരിച്ചത്. അപ്പം ആദ്യം നമ്മൾ മാറിയ സമയത്ത് നമുക്ക് നേരിട്ട് നോർത്ത് സർവ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് തൃശ്ശൂർ നമ്മുടെ സെൻറ്റർ തുടങ്ങി അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എന്നോട് തുടങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് ഒരു വർഷത്തോടെ താമസിച്ചത്. അപ്പോൾ ആദ്യം തൃശ്ശൂർ തുടങ്ങി, തൃശ്ശൂർ നമുക്കൊരു ബേസായി, നമുക്ക് ട്രെയിനിങ്ങിനും എല്ലാത്തിനും ഒരു ബേസായിട്ട് പിന്നെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പോപ്പുലേഷൻ, ഇവിടുത്തെ കൾച്ചർ, അവർ ബ്യൂട്ടിക്കും മറ്റേ എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ ബ്യൂട്ടിക്കും ബോഡിക്കും വേണ്ടി എല്ലാ സൈഡിൽ നിന്നുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ടെങ്കിലും കോഴിക്കോടും ഈ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളും കുറച്ചുകൂടെ അവർക്ക് താല്പര്യം കൂടുതലാണ്. പിന്നെ ആ പോപ്പുലേഷൻ, ഫീമെയിൽ പോപ്പുലേഷൻ നമ്പർ ഓഫ് പോപ്പുലേഷൻസും നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുള്ള കൂടുതൽ, ടാർഗറ്റ് പോപ്പുലേഷൻ്റെ കൂടുതൽ, അതൊക്കെ നമ്മൾ ഈ സൈഡിലോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി, നമുക്ക് ഇവിടെ നമ്മളവിടെ ഈ ഗൈനക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്സ് പൊതുവെ കുറവാണ്, ഡെലിവറീസും അതൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഡെലിവറീസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ ലേഡീസിൻ്റെ ബോഡിയിൽ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ എല്ലാവർക്കും 25-ലും 20-ലും 30-ലും ഇരിക്കണം. പക്ഷേ ഡെലിവറി എപ്പോഴും ഡെലിവറിയും അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ്സും അത് കഴിഞ്ഞിട്ട് ബോഡി വരുന്ന ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസും അതെല്ലാം വരുമ്പം ലേഡീസിന് വലിയ പ്രോബ്ലമാണ്. അപ്പം ആ ഒരു സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഏരിയ തുടങ്ങിയ സമയത്ത് നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജി ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തു. ഞങ്ങളാണ് ആദ്യമായിട്ട് കോസ്മെറ്റിക് ഗൈനക്കോളജി കൊല്ലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ്. അപ്പോൾ ഒരു മമ്മി മേക്ക് ഓവർ നമ്മൾ പൊതുവെ ഒരു സയൻറ്റിഫിക് ടൈംസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെഡിക്കൽ ടൈംസ് നമ്മൾ പറയും മമ്മി മേക്ക് ഓവർ. മമ്മി ആയി കഴിഞ്ഞതിന് ശേഷം പഴയ ആ ഒരു ബോഡി ഷേപ്പും ബോഡി ഫിഗറും ആ ഒരു ഇതും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് നോൺ സർജിക്കലായിട്ട് സർജറി ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിനുകൊണ്ട് നമ്മളെ ബാക്കിയെല്ലാം ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ ഫാറ്റ് റിമൂവ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെഷീൻസ് കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മെഷീൻസ് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആക്കി ഏറ്റവും ഒറിജിനൽ FDA അപ്രൂവ്ഡ് മെഷീൻസ് അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.